നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം നമ്മുടെ നിയമവ്യവസ്ഥയിൽ വലിയൊരു മാറ്റം വരുന്ന ഒന്ന് തന്നെയാണ്. അത് വേറൊന്നുമല്ല, ജൻ വിശ്വാസ് ബില്ലിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ജൻ വിശ്വാസ് ബിൽ എന്നതിനെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ ചെറിയ ചെറിയ കേസുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വലിയ വലിയ കേസുകളൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ഈ ജൻ വിശ്വാസ് ബിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, 43 കേന്ദ്ര സർക്കാർ ഭേദഗതിയിൽ 153 നിയമങ്ങൾക്കാണ് ഇത് മാറ്റം വരുത്തിയിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മുടെ പരിസ്ഥിതിക്കായാലും പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെയാണ് ഈ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. ഇത് ആർക്കൊക്കെയാണ് ആയിട്ടുള്ളതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ജഡ്ജിമാർക്കൊക്കെ, അതായത് ഈ കോടതികൾക്കൊക്കെ കേസുകൾ കുറച്ചൊന്നുമല്ല കേസുകളുടെ എണ്ണം. അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും. പിന്നെ ഈ ചെറിയ ചെറിയ വൻകിട വ്യവസായികൾക്കൊക്കെയാണ് പിന്നെ അടുത്തതായി ഇത് ബാധകമാകുന്നത്. അതായത് അവർ ചെറിയ എന്തെങ്കിലും പ്രശ്നത്തിൽ പെടുമ്പോൾ അവർക്ക് ഈ കോടതിയും ജയിലും കയറി ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അത് പൈസ കൊടുത്ത് തീർപ്പാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർക്കും കൂടി ഇത് വളരെ ഉപകാരപ്പെട്ടത് തന്നെയാണ്. പിന്നെ ഈ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതും ഒഴിവാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ, അവർ ഈ നിയമത്തിൻ്റെ കാര്യം പറഞ്ഞ് പാവപ്പെട്ടവരിൽ നിന്നും ചെറിയ ചെറിയ കേസുകൾക്ക് നല്ല രീതിയിൽ കൈക്കൂലി വാങ്ങുന്നതൊക്കെ ഇതുകൊണ്ട് നമുക്ക് നിർത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ മൊത്തം നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ മൊത്തം 5 കോടി കേസുകളാണ് മൊത്തം ഇന്ത്യയിൽ ഇതുവരെ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഈ നിയമം വന്നാൽ തന്നെ 5 കോടി കേസുകളൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങളും, കോടതിയുടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീരുന്നതാണ്. അപ്പോൾ വലിയ വലിയ കേസുകളൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേസുകൾ എങ്ങനെയാണ് ഒത്തുതീർപ്പാക്കുന്നത് നോക്കുകയാണെങ്കിൽ, ഇവിടെ പുതിയ ഡിജിറ്റലായിട്ടുള്ള പുതിയ സാധനം തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ, നിയമങ്ങളൊക്കെ ജഡ്ജിമാർക്കൊക്കെ നമുക്ക് ഓൺലൈനായി കേസുകൾ വാദിക്കാനും അതുപോലെ തന്നെ ഓൺലൈനായി തന്നെ നിയമങ്ങൾ പറയാനുമുള്ള വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകം സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള ധാരാളം കോടതികൾ പിന്നീട് കൊണ്ടുവരികയുണ്ടായി. പിന്നെ ധാരാളം ഈ പുറത്തു നിന്നുള്ള ഓർഗനൈസേഷനൊക്കെ ഈ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി സഹായിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ, മൊത്തം കേസുകളും ഈ ചെറിയ ചെറിയ കേസുകളൊക്കെ പുറത്തെ ഒരു ഓർഗനൈസേഷനിൽ നിന്ന്, അതായത് അംഗീകാരം കിട്ടിയ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ഒത്തുതീർപ്പാക്കാൻ സാധിക്കും, ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഇവയൊക്കെയാണ് ഈ കേസുകൾ വേഗത്തിൽ ഒത്തുതീർപ്പാക്കാൻ പുതിയതായി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ പുതിയതായിട്ട് AI കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ, ഈ നിയമങ്ങളൊക്കെ എയുടെ സഹായത്തോടു കൂടി ക്രമീകരിക്കുകയും പിന്നെ എയുടെ സഹായത്തോടു കൂടി തന്നെ അത് ഏതാണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് ജഡ്ജിമാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ഈ വായു മലിനീകരണം, പിന്നെ ഈ നമ്മുടെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കേസുകൾ വന്നാൽ അത് ജയിലിൽ പോകാതെയും പിന്നെ കോടതി കയറി ഇറങ്ങാനും തന്നെ ഒരു വലിയ പിഴ ഈടാക്കിയാൽ അത് ആ കേസ് ഒത്തുതീർപ്പാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വ്യവസ്ഥ വന്നുകൊണ്ട് തന്നെ നമ്മുടെ നിയമത്തിന് വലിയ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുക. അങ്ങനെ കുറേ കേസുകളൊക്കെ ഇല്ലാണ്ടാവുകയും അങ്ങനെ വലിയ രീതിയിലുള്ള കേസുകളൊക്കെ ആണ് പിന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രശ്നം നിർത്തുന്നു. നന്ദി.